നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ നല്ലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഏണിങ്സിന്റെ 2, 3, 4 മടങ്ങ് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഈ അപ്ഡേറ്റ്, എങ്ങനെയാണ് ഈ അപ്ഡേറ്റ് വർക്ക് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഞാൻ കമ്പ്യൂട്ടർ സ്ക്രീനിൽ എൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ കാര്യം പ്രോപ്പറായിട്ട് നിങ്ങളുടെ ചാനലിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ആദ്യം ഇതെന്താണ്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഞാനിവിടെ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ചാനലിന്റെ പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ചാനലിന്റെ ലിങ്ക് ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒരുപാട് അൺബോക്സിംഗ് വീഡിയോകൾ, പ്രൊഡക്റ്റ് റിവ്യൂസ് ഒക്കെ ഞാൻ ഈ ചാനലിലൂടെ ചെയ്യുന്നുണ്ട്, കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോമിൽ ഡെസ്ക്ടോപ്പ് മോഡിൽ നിന്നോ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിത് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി കമ്പ്യൂട്ടർ സ്ക്രീനിലാണ് ഈ കാര്യം കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്നും ഇതേപോലെ തന്നെ ഞാൻ കാണിച്ചു തരുന്ന രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് എന്താണെന്നും എവിടെയാണ് ഈ ഒരു പുതിയ ഫീച്ചർ ആഡ് ആയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് കുറച്ച് ലെങ്ത് കൂടുതലുള്ള ഒരു വീഡിയോ എടുക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത ഡ്രീമി D9 Max എന്ന് പറയുന്ന ഒരു റോബോട്ട് വാക്വം ക്ലീനറിന്റെ വീഡിയോ ഉണ്ട്. ജസ്റ്റ് ഞാൻ അതിന്റെ എഡിറ്റ് സെക്ഷനിലേക്ക് വരികയാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് എഡിറ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു. എഡിറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അധികം ആളുകൾ ഒന്നും തന്നെ ഈ കാര്യങ്ങൾ, ഈ എഡിറ്റർ എന്ന് പറയുന്ന ഫീച്ചർ ഒന്നും ഓപ്പൺ ആക്കി നോക്കുന്നവരായിരിക്കത്തില്ല യൂട്യൂബിൽ വീഡിയോ ഇട്ടതിന് ശേഷം. പക്ഷേ യൂട്യൂബിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇതിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ റീ എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള സൗകര്യമാണുള്ളത്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ചൊന്നും അല്ല സംസാരിക്കുന്നത്. ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള ആ ഒരു ഫീച്ചർ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വീഡിയോ എഡിറ്റർ സെക്ഷനിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ക്രിയേറ്റ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ വീഡിയോ ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിയാൽ വേറൊരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തെ കാര്യം, ഇവിടെ നമ്മളുടെ വീഡിയോയുടെ ഫുൾ സ്ക്രിപ്റ്റ്, നമ്മൾ ആ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് നമ്മുടെ ലാംഗ്വേജിൽ ഇവിടെയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വലിയ അക്ഷരത്തെറ്റുകളോ വലിയ മിസ്റ്റേക്കുകളോ ഇല്ലാതെ അതേപോലെ ഇവിടെ എഴുതി വന്നിട്ടുണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇത് പബ്ലിഷ് ചെയ്യാനോ അതിനുശേഷം നിങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് അവിടെ കൊടുക്കാനും പറ്റും. മനസ്സിലായി? അപ്പോൾ ആ ഒരു പരിപാടി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ അതിനെക്കുറിച്ചല്ല പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാണ്. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ കുറേ ഭാഗങ്ങൾ സെലക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ വരെ സെലക്റ്റഡ് ആണ്. ഈ കളർ ചേഞ്ച് ഉള്ളതാണ് സെലക്റ്റഡ് ആയിട്ടുള്ള ഭാഗം. അപ്പോൾ ഈ സെലക്റ്റഡ് ആയിട്ടുള്ള ഭാഗം അവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചില്ല. ഇതിന് താഴെ ഈ ഒരു ടൈം ലൈൻ സെക്ഷൻ ഉണ്ടല്ലോ, ഇവിടെ ഇതിങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എവിടെയാണോ ഈ സെലക്ട് ചെയ്യുന്നത് ആ ഭാഗങ്ങളായിരിക്കും ഈ മെയിൽ ടെക്സ്റ്റിലും സെലക്റ്റഡ് ആയിട്ട് വരുന്നത്. അതായത് വീഡിയോയുടെ ഈ ഒരു ലെയറിൽ നമ്മൾ എവിടെ സെലക്ട് ചെയ്യുന്നു അത് തന്നെ മെയിലിലും സെലക്റ്റഡ് ആയിട്ട് വരും. ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെലക്ഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വായിച്ച് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോയുടെ ഏതെങ്കിലും പോർഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോയ്ക്കുള്ളിലെ പോർഷൻസ് ഒക്കെ നമുക്ക് വീണ്ടും റീ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്തിനാണ് റീ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. നമ്മൾ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തു എന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു 20 മിനിറ്റോ 30 മിനിറ്റ് ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ 30 മിനിറ്റ് നമ്മുടെ വീഡിയോകൾ ആളുകൾ വാച്ച് ചെയ്യണമെന്നില്ല. പക്ഷേ ആ വീഡിയോയിലെ ചില ഭാഗങ്ങളിൽ കൂടുതൽ ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിന് കാരണം നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ട ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആ ഒരു പോർഷനിലുണ്ടായിരിക്കും. അവിടെ ആയിരിക്കും ഓഡിയൻസ് റിട്ടൻഷൻ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് അനലിറ്റിക്സിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പോർഷൻസ് നമ്മുടെ വീഡിയോയിൽ ഒരു 30 മിനിറ്റ് ഉള്ള വീഡിയോയിൽ ചിലപ്പോൾ 2, 3, 4 എടുത്ത് അങ്ങനെയുള്ള പോർഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു കണ്ടന്റ് ആയിട്ട് നമുക്ക് റീ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും. പക്ഷേങ്കിൽ യൂട്യൂബിന്റെ റീ അപ്ലോഡ് പോളിസി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റീയൂസ്ഡ് കണ്ടന്റ് വരും. പക്ഷേങ്കിൽ ഇനി മുതൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ യൂസേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ട് നിങ്ങൾക്ക് വീണ്ടും റീ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ വേണ്ട തുടക്കത്തിലേതാ ഈ ഒരു കുറച്ച് ഭാഗങ്ങൾ, ഇത്രയും ഭാഗം എനിക്ക് റീ അപ്ലോഡ് ചെയ്യണം. ഇത് ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പോർഷനാണ്, ആളുകൾ കൂടുതൽ വാച്ച് ചെയ്തൊരു പോർഷനാണ്. അപ്പം ഞാൻ എന്തെടുക്കുന്നു, ഈ വീഡിയോയുടെ ഇത്രയും പോർഷനായിട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും എനിക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഇത്രയും കാര്യമുള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ഇവിടെ നോക്കി നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും ഒരു വീഡിയോ ആക്കി എടുക്കണം. അത് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നമ്മളിവിടെ സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും ഓൾറെഡി സെറ്റ് ചെയ്തു. ഇനി നമ്മളൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനൊരു ഇൻട്രോ വേണം, ഒരു ഔട്ട്രോ വേണം. ചുമ്മാ നമുക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ ആ ഒരു ക്വാളിറ്റി അത് ബാധിക്കും. ഇപ്പൊ ഈ ഒരു പോർഷന് ഒരു ഇൻട്രോയും ഒരു ഔട്ട്രോയും വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഈ ചാനലിൽ ഒന്നുകിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻട്രോ ആയിട്ടും ഔട്ട്രോ ആയിട്ടും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ആഡ് ഇൻട്രോ ഔട്ട്രോ എന്നുള്ള
എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ഇൻട്രോ വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഇൻട്രോ വീഡിയോ കാണുമല്ലോ, ഒരു 30 സെക്കൻഡിന്റെ ഇൻട്രോ വീഡിയോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ആ വീഡിയോസ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ ഇവിടെ ഒരു വീഡിയോ കാണിക്കുന്നുള്ളൂ, പക്ഷേ നിങ്ങളുടെ ഇൻട്രോ വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റ് വീഡിയോയിൽ നിന്നും 30 സെക്കൻഡ് ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് ഇൻട്രോ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. അത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഇൻട്രോ വീഡിയോ എടുക്കുക. സെയിം തന്നെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ഔട്ട്രോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെ മുമ്പുള്ള ഏതെങ്കിലും വീഡിയോയിൽ, പഴയ വീഡിയോയിലെ ഔട്ട്രോ നിങ്ങൾക്ക് 30 സെക്കൻഡ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇൻട്രോയോ ഔട്ട്രോയോ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇട്ടിരിക്കുന്ന ആ ഒരു വീസും കൂടെ ആയി കഴിയുമ്പോൾ മൊത്തത്തിൽ അതൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആയിട്ട് മാറും. ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നത് കാണിക്കുക. ഇവിടെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, കൂടുതൽ സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഏറ്റവും മുകളിലായിട്ട് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോർഷൻ ഓപ്പൺ ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ഇന്റർഫേസ് ഉണ്ടല്ലോ, ആ അൺലിസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഇന്റർഫേസിലേക്ക് ഇതാ ഇപ്പം ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളുടെ ഒറിജിനൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണോ ആ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോയ്ക്ക് ഇവിടെ ടൈറ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ കാര്യങ്ങൾ എഴുതണമെങ്കിൽ എഴുതാം, പുതിയ തമ്പനെയിൽസ് ആഡ് ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെറ്റ് ചെയ്തതിനു ശേഷം പിന്നെ മോണിറ്റൈസേഷനും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇവിടെ വിസിബിലിറ്റിയിൽ വന്നിട്ട് പബ്ലിഷിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വലിയ എഫോർട്ടൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാനും അതിലൂടെ മോണിറ്റൈസ് ചെയ്ത് ഏണിങ്സ് ചെയ്യാനും പറ്റുന്ന ഒരു കിഡിലൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലെങ്തി ആയിട്ടുള്ള ലോങ് വീഡിയോസ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സമയമൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു പുതിയ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ വീഡിയോ വീണ്ടും റീക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, വീണ്ടും നിങ്ങൾക്ക് റീ അപ്ലോഡ് ഇതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാതുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിന്റെ ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ടെലഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.